തിരക്കേറിയ നഗരവീഥികളിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് സമയം പാഴാക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏതൊരാൾക്കും വലിയൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും IT മേഖലയിലും മറ്റും ജോലി ചെയ്യുന്ന സമയത്തിന് വലിയ വില കൽപ്പിക്കുന്ന പ്രൊഫഷണലുകൾക്ക്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്മാർട്ട് ഫോണിലെ ഒരു ആപ്ലിക്കേഷനിലൂടെ വളരെ വേഗത്തിൽ ബുക്ക് ചെയ്ത് ട്രാഫിക്കിനിടയിലൂടെ നൂഴ്ന്നിറങ്ങി ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കുന്ന ബൈക്ക് ടാക്സികൾ കേരളത്തിലെ നഗരങ്ങളിൽ തരംഗമായി മാറിയത്. എന്നാൽ തുടക്കത്തിൽ വലിയൊരു ആശ്വാസമായി തോന്നിയ ഈ യാത്രാ സംവിധാനം ഇന്ന് നിയമപരമായ നൂലാമാലകളിലും സ്ത്രീ സുരക്ഷയിലുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ ആശങ്കകളിലും പെട്ട് ഉഴലുകയാണ്. കേരളത്തിലെ ഗതാഗത രംഗത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ബൈക്ക് ടാക്സികൾ കടന്നുപോകുന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴികളെക്കുറിച്ചും നാം വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബൈക്ക് ടാക്സികളുടെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നാം അല്പം പുറകോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ആദ്യമായി ഊബർ, ഓല തുടങ്ങിയ ഓൺലൈൻ ടാക്സി കാറുകൾ സർവീസ് ആരംഭിച്ച കാലം ഓർമ്മയില്ലേ? ഇന്നത്തെ പോലെ അത്ര സുഗമമായിരുന്നില്ല അവരുടെ തുടക്കം. നിലവിലുണ്ടായിരുന്ന പരമ്പരാഗത ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളിൽ നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ യാത്രക്കാരെ കയറ്റാനെത്തുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതും വാഹനങ്ങൾ തകർക്കുന്നതുമായ നിരവധി വീഡിയോകൾ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. നിയമവിരുദ്ധമായാണ് ഇവർ സർവീസ് നടത്തുന്നത് എന്നായിരുന്നു അന്ന് പരമ്പരാഗത തൊഴിലാളികൾ ഉന്നയിച്ച പ്രധാന ആരോപണം. മോട്ടോർ വാഹന വകുപ്പും തുടക്കത്തിൽ ഈ പുതിയ സംവിധാനത്തോട് മുഖം തിരിച്ചു നിന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെയും ജനങ്ങളുടെ ആവശ്യകതയും കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി പിന്നീട് സർക്കാർ തന്നെ ഓൺലൈൻ ടാക്സികൾക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും അവർക്ക് സുഗമമായി സർവീസ് നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. ഇന്ന് ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭയമില്ലാതെ ഒരു ഓൺലൈൻ ക്യാബ് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സമാനമായ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ ബൈക്ക് ടാക്സികളുടെ കാര്യത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് ഒരു ദിവസം മാത്രം ഓടി പ്രതിഷേധങ്ങൾ കാരണം നിർത്തിയ ചരിത്രവും ബൈക്ക് ടാക്സിക്ക് കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ബൈക്ക് ടാക്സികൾ ഇത്ര വേഗം ജനകീയമായത് എന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. പീക്ക് ടൈമിൽ ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാൻ ഒരു കാറോ ഓട്ടോയോ വിളിക്കുന്നത് പലപ്പോഴും സാമ്പത്തികമായി വലിയ ബാധ്യതയാണ്. അവിടെയാണ് സാധാരണക്കാരൻ്റെ പോക്കറ്റിനിണങ്ങുന്ന രീതിയിലുള്ള ബൈക്ക് ടാക്സികളുടെ പ്രസക്തി. കുറഞ്ഞ നിരക്കിൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താമെന്നത് വിദ്യാർത്ഥികൾക്കും IT ജീവനക്കാർക്കും വലിയൊരു അനുഗ്രഹമായി മാറി. ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. കേരളത്തിലെ വലിയൊരു ശതമാനം യുവാക്കൾക്ക് ഇതൊരു മികച്ച വരുമാന മാർഗം കൂടിയാണ്. പാർട്ട് ടൈമായും ഫുൾ ടൈമായും ബൈക്ക് ടാക്സി ഓടിക്കുന്നവർ ഇന്നും നിരവധിയാണ്. പഠന ചെലവ് കണ്ടെത്താൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ, സ്ഥിരവരുമാനമില്ലാത്ത യുവാക്കൾ, ഓഫീസ് സമയം കഴിഞ്ഞ ശേഷം കുടുംബത്തിന് താങ്ങാകാൻ അധിക വരുമാനം തേടുന്നവർ തുടങ്ങി നിരവധി പേരാണ് ഈ മേഖലയിലുള്ളത്. ഒരു ദിവസം 500 രൂപ മുതൽ 1500 രൂപ വരെ വരുമാനമുണ്ടാക്കുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. വലിയ നിക്ഷേപങ്ങളില്ലാതെ സ്വന്തമായുള്ള ഒരു ഇരുചക്ര വാഹനം ഉപയോഗിച്ച് അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കാൻ ഈ ആധുനിക സംവിധാനം നിരവധി പേർക്ക് അവസരമൊരുക്കുന്നു എന്നത് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. വരുമാനത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും കാര്യത്തിൽ എല്ലാം ശുഭകരമാണെങ്കിലും നിയമത്തിൻ്റെ കണ്ണിൽ കേരളത്തിൽ ബൈക്ക് ടാക്സികൾ ഇപ്പോഴും അനധികൃതമാണ്. മോട്ടോർ വാഹന ചട്ടപ്രകാരം സ്വകാര്യ ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത വെള്ള ബോർഡുള്ള വാഹനങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല. യാത്രക്കാരിൽ നിന്നും പണം ഈടാക്കി സർവീസ് നടത്തുന്നതിലൂടെ ബൈക്ക് ടാക്സികൾ ഈ നിയമമാണ് ലംഘിക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മഞ്ഞ ബോർഡും പ്രത്യേക പെർമിറ്റും ഇൻഷുറൻസും എല്ലാം ആവശ്യമാണ്. എന്നാൽ മിക്ക ബൈക്ക് ടാക്സി ആപ്പുകളും സാധാരണക്കാരുടെ വെള്ള ബോർഡ് വാഹനങ്ങളെയാണ് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് വലിയ നിയമപ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഈ നിയമലംഘനം ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്തിലുടനീളം പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. ബൈക്ക് ടാക്സികൾ പിടികൂടുകയും ഡ്രൈവർമാർക്ക് വലിയ തുക പിഴയായി ചുമത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. തങ്ങളുടെ ഉപജീവനത്തിനായി നിരത്തിലിറങ്ങുന്ന പല യുവാക്കൾക്കും ഈ പിഴ വലിയൊരു ഇരട്ടടിയായി മാറുന്നു. വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല എന്നതും ഇതിലെ വലിയൊരു നിയമപരമായ അപകടമാണ്. വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ സ്വകാര്യ വാഹനങ്ങൾക്ക് ലഭിക്കില്ല എന്നത് യാത്രക്കാരുടെ സുരക്ഷയെയും സാരമായി ബാധിക്കുന്ന ഒന്നാണ്. നിയമപ്രശ്നങ്ങൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമായി കാണേണ്ട മറ്റൊരു പ്രതിസന്ധിയാണ് യാത്രക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ചില പരാതികൾ. ബൈക്ക് ടാക്സികളെ കൂടുതലായി ആശ്രയിക്കുന്നത് യുവതികളും വിദ്യാർത്ഥിനികളുമാണ്. എന്നാൽ ചില ഡ്രൈവർമാരിൽ നിന്നും ഇവർക്ക് നേരെ ഉണ്ടാകുന്ന മോശം പെരുമാറ്റങ്ങൾ ഈ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ബൈക്ക് ബുക്ക് ചെയ്ത് യാത്ര ആരംഭിച്ച ശേഷം പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിടാതെ വഴിമാറി സഞ്ചരിക്കുകയോ നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോയാലോ എന്ന രീതിയിൽ ദ്വയാർത്ഥത്തിൽ സംസാരിക്കുകയോ ചെയ്യുന്ന ഡ്രൈവർമാരുണ്ട് എന്ന പരാതികൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുചക്ര വാഹനത്തിൽ ഒരു അപരിചിതന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങൾ പെൺകുട്ടികളിൽ വലിയ രീതിയിലുള്ള മാനസികാഘാതവും ഭയവുമാണ് സൃഷ്ടിക്കുന്നത്.
ഒരു കാറിലാണെങ്കിൽ അവർക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചമെങ്കിലുമുണ്ട്. എന്നാൽ ബൈക്കിൽ അത് തീരെയില്ല. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത മറ്റൊന്നാണ്. നിയമപരമായി അംഗീകരിക്കപ്പെടാത്ത ഒരു സർവീസ് ഉപയോഗിക്കുമ്പോൾ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായാൽ പോലീസിലോ മറ്റ് നിയമ സംവിധാനങ്ങളിലോ പരാതിപ്പെടാൻ പലർക്കും ഭയമാണ്. താൻ ചെയ്തത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണോ, അതിന് താൻ കൂടി പഴി കേൾക്കേണ്ടി വരുമോ എന്ന ചിന്ത പല പെൺകുട്ടികളെയും പരാതിപ്പെടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ഇത് കുറ്റക്കാർക്ക് കൂടുതൽ ധൈര്യം നൽകുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ നാം കാണാതെ പോകുന്ന മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുന്നത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണ്. ഭൂരിഭാഗം ബൈക്ക് ടാക്സി ഡ്രൈവർമാരും തികഞ്ഞ മാന്യതയോടെയും ഉത്തരവാദിത്വത്തോടെയുമാണ് തങ്ങളുടെ ജോലി ചെയ്യുന്നത്. അർദ്ധരാത്രിയിൽ പോലും റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്ന സ്ത്രീകളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലോ ഹോസ്റ്റലുകളിലോ എത്തിക്കുന്ന നൂറുകണക്കിന് ഡ്രൈവർമാരുണ്ട്. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർ കാട്ടിക്കൂട്ടുന്ന ഇത്തരം അരുതായ്മകൾക്ക് വലിയൊരു വില നൽകേണ്ടി വരുന്നത് ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. നിയമപരമല്ലാത്ത സർവീസ് എന്നതിലുപരി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന പേരുകൂടി വീണാൽ ഭാവിയിൽ ഈ സംവിധാനത്തിന് നിയമ സാധ്യത ലഭിക്കാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞുപോകാൻ അത് കാരണമാകും. ഒരാളോ രണ്ടാളോ ചെയ്യുന്ന തെറ്റിന് ഫലത്തിൽ അനുഭവിക്കേണ്ടി വരിക സത്യസന്ധമായി ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളുമായിരിക്കും. ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ എന്താണൊരു പോംവഴി? ബൈക്ക് ടാക്സികളെ പൂർണ്ണമായും നിരോധിക്കുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന തീരുമാനമല്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ തടഞ്ഞു നിർത്താൻ നമുക്കാവില്ല. പകരം അവയെ കൃത്യമായ നിയമ ചട്ടക്കൂട്ടുകൾക്കുള്ളിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. മോട്ടോർ വാഹന വകുപ്പും സർക്കാരും ബൈക്ക് ടാക്സികൾക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പെർമിറ്റ് നൽകാനുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവരണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഡ്രൈവർമാരുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം അവരെ സർവീസ് നടത്താൻ അനുവദിക്കുന്ന രീതിയിലേക്ക് ആപ്പ് കമ്പനികൾ മാറണം. GPS ട്രാക്കിംഗ്, പാനിക് ബട്ടൺ പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കണം. യാത്രക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ചില മുൻകരുതലുകൾ അനിവാര്യമാണ്. യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ നമ്പറും താൻ യാത്ര ചെയ്യുന്ന റൂട്ടും ലൈവ് ലൊക്കേഷനും വിശ്വസ്തരായ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പങ്കുവയ്ക്കുന്നത് സുരക്ഷ ഉറപ്പാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. ഡ്രൈവർമാരുടെ റേറ്റിംഗും പഴയ യാത്രക്കാരുടെ അഭിപ്രായങ്ങളും പരിശോധിച്ച ശേഷം മാത്രം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏതെങ്കിലും അരുതായ്മകൾ തോന്നിയാൽ ഉടൻ തന്നെ ആപ്പിലെ സുരക്ഷാ ഫീച്ചറുകൾ ഉപയോഗിക്കാനും പോലീസിനെ വിവരമറിയിക്കാനും യാതൊരു കാരണവശാലും മടി കാണിക്കരുത്. നിയമവിരുദ്ധമായ സർവീസ് ആണെന്ന ഭയം മൂലം പരാതിപ്പെടാതിരിക്കുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ചുരുക്കത്തിൽ ബൈക്ക് ടാക്സികൾ കേരളത്തിൻ്റെ ഗതാഗത രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുടുക്കി ഈ സംവിധാനത്തെ ഇല്ലാതാക്കുന്നതിന് പകരം കാലോചിതമായ മാറ്റങ്ങൾ നിയമത്തിന് വരുത്തി എല്ലാവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അതിലൂടെ യാത്രക്കാരുടെ സുരക്ഷയും ആശ്വാസവും ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കൂട്ടം യുവാക്കളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും. ആത്യന്തികമായി ഒരു നാടിൻ്റെ വികസനം അളക്കപ്പെടുന്നത് അവിടുത്തെ ഗതാഗത സംവിധാനങ്ങളുടെ സുഗമമായ നടത്തിപ്പിലൂടെയും യാത്രക്കാരുടെ സുരക്ഷിതത്വ ബോധത്തിലൂടെയുമാണ്. ആ ദിശയിലേക്കുള്ള ക്രിയാത്മകമായ മാറ്റങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.